ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് പഴനിക്ക് പോവാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഞങ്ങൾ കൊണ്ടുപോവാണ്. പൊതിച്ചോറാക്കിയിട്ടാണ് ഗൈസ് കൊണ്ടുപോകുന്നത്. എനിക്ക് പൊതിച്ചോറ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇഷ്ടമുള്ള ചോറ് ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട്. വേറെ സാധാ ചോറല്ല. എനിക്ക് ഉപ്പേരി, പയറുപ്പേരി ഉണ്ട്. പിന്നെ എന്താ ഉള്ളിയും തക്കാളിയും വഴറ്റിയതുണ്ട്. പിന്നെ ഗൈസ് പപ്പടം ഉണ്ട്. പിന്നെ അച്ചാറുണ്ട്. ഒരു മുളകും വെച്ചിട്ടുണ്ട്. സിമ്പിൾ പൊതിച്ചോറാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം സെറ്റായി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഗൈസ് ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓട്ടോയിൽ പെരിന്തൽമണ്ണ വരെ പോയി. അവിടുന്ന് പിന്നെ KSRTC ബസ്സിനാണ് പോയത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നു. അപ്പോൾ പിന്നെ ഗൈസ് ഞങ്ങൾ ബസ്സിൽ പോയി. പാലക്കാട് നിന്നാണ് ഗൈസ് പഴനിക്ക് ട്രെയിനുള്ളത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് വരെ ബസ്സിനാണ് പോയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ വരാൻ കുറച്ചൊക്കെ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. എല്ലാവരും പൊതിച്ചോറാണ്. ഞാൻ മാത്രം നെയ്ച്ചോറ് അമ്മേൻ്റെ രീതിയിൽ സ്പെഷ്യലാക്കി അമ്മ ഉണ്ടാക്കിയതാണ് ഗൈസ്. കുറേ സ്ഥലമൊന്നും ഇരുന്ന് കഴിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു ഗൈസ്. 4:10 ട്രെയിനിനാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് സമയം നിൽക്കാനുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ ഗൈസ് ട്രെയിൻ കുറച്ച് ലേറ്റായി. എന്തോ സിഗ്നലിൻ്റെ എന്തോ പ്രശ്നമാണെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ട്രെയിന് കുറച്ചധികം ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ സീറ്റൊന്നും റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി തിരക്കുണ്ടാവുമോ അങ്ങനെയൊന്നും സീറ്റ് കിട്ടുമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കയറിയപ്പോൾ ഗൈസ് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. നല്ല അടിപൊളി യാത്രയായിരുന്നു. ട്രെയിനിൽ കയറിയിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറയും. എങ്ങനെ ഫസ്റ്റ് പേടില്ല അമ്മ നോക്കൂ. ഉച്ചയ്ക്ക് എല്ലാ പൊതിച്ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ദാ ട്രെയിനിൽ നിന്ന് അച്ഛനും സന്തോഷ് മാമയും കൂടെ കഴിക്കുകയാണ് ഒരു പൊതിച്ചോറ്. പിന്നെ ഗൈസ് കുറേ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കണ്ടു ഗൈസ്. അങ്ങനെ പഴനി എത്തി. ഇവിടെ പാലാഴിമടം പറഞ്ഞ സ്ഥലത്താണ് ഗൈസ് ഞങ്ങൾ റൂം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ ആകുമ്പോൾ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് നല്ല റൂം കിട്ടും. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. കുറച്ചൊക്കെ ദൂരം നടക്കാനുണ്ട്. എന്നാലും ഞങ്ങൾ നടക്കാമെന്ന് കരുതി. മഴ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഴ നനഞ്ഞു ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങൾ ഒരു പൊതിച്ചോറും കൂടി ഉണ്ടായിരുന്നു. ആ പൊതിച്ചോറും പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ച ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയാണ് ഗൈസ് കഴിക്കുന്നത്. പിന്നെ ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഇത് പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന പാലാഴിമടം എന്ന് പറയുന്ന സ്ഥലം. ഫസ്റ്റ് ഞങ്ങളിതാ ഒരു അമ്പലത്തിൽ കയറി അവിടെ തൊഴുതിറങ്ങി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ പഴനിമല രാത്രി കയറാലോ എന്നുള്ളൊരു ഇതിൽ നടക്കായിരുന്നു. പക്ഷേ ഗൈസ് അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ഗൈസ്. റൂമിലെത്തിയിട്ടൊന്ന് ഫ്രഷായി. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ. വള, ബണ്ണ്, കൺമഷി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരുങ്ങി കഴിഞ്ഞു. ഇനി നേരെ പഴനിമല കയറാൻ പോകാം. മുല്ലപ്പൂ വാങ്ങിയത് അമ്മ ചേച്ചിക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പം അമ്പലത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ താഴെ വരെ കൊണ്ടുപോകാം. അപ്പോൾ അവിടെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ ഫോൺ കൊടുത്തു. അപ്പോൾ അതുവരെ എല്ലാ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ കയറിയപ്പോൾ വീഡിയോ ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഫോണില്ലാത്തതുകൊണ്ട്. പിന്നെ മുകളിലൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്.
പിന്നെ അവിടുന്ന് തൊഴുത് പ്രസാദോട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മല ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കൊട്ട് വരുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പിന്നെ അവിടുന്ന് ചേച്ചി മൈലാഞ്ചി ഇട്ടു. 3 ദിവസമൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അപ്പം തന്നെ പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും ശരിക്കും നിന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് പോയി. ചേച്ചിക്ക് വേണം പറഞ്ഞപ്പോൾ പിന്നെ ഇട്ടതായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് ഭയങ്കര ഈ ഒരു സംഭവമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ ഇവിടുന്ന് മധുരയ്ക്ക് പോവാണ്. അപ്പോൾ ഇതാ ചുമരിലിൻ്റെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചു. 2 സ്ഥലത്ത് എഴുതി, ചേച്ചീൻ്റെ പേരും എഴുതി. പിന്നെ ഞങ്ങൾ അവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി നേരെ മധുരയ്ക്കാണ് ഗൈസ് പോകുന്നത്. ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കുറച്ച് പേര് കുതിരവണ്ടിയിലും ബാക്കി എല്ലാവരും ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പേടിയാക വേണ്ട, കീഴെ കാൽ പൊട്ടിട്ടോ, കാൽ പൊട്ടി. ഇവിടുത്തെ പ്രശ്നമല്ലല്ലോ. എന്നോട് കാല് താത്തിടാണ് പറഞ്ഞത്. പക്ഷേ പേടിയുള്ള കാല് ഞാൻ കയറ്റി വെച്ചു. അതിൻ്റെ വാല് മേത്ത് തട്ടാണ്. അപ്പം എനിക്ക് പേടിയാണ്. ഞങ്ങൾ നെക്സ്റ്റ് മധുരയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ട്രെയിൻ വന്ന് സീറ്റൊക്കെ കിട്ടി മധുരയ്ക്ക് പോയി. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിനിലായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഓട്ടോയിൽ ഞങ്ങൾ അങ്ങനെ അമ്പലത്തേക്ക് പോയി. ഓരോ ഓട്ടോയിൽ 6 പേർക്ക് കയറാം. അപ്പോൾ 2 ഓട്ടോയിലായിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ പഴനീത്തെ പോലെ ഇവിടെയും അമ്പലത്തിൽ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ എന്താ അറിയില്ല, പണി നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ്. അകത്ത് കയറിയിട്ട് കുറച്ച് അധികം നേരം നിന്നിട്ടാണ് ഗൈസ് തൊഴുതതൊക്കെ. നല്ല തിരക്കായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലായില്ല.
ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. വീണ്ടും ഓട്ടോയിൽ കയറി. ഒരു ഓട്ടോറിക്ഷ തിരക്ക് പോലെ കുറേ ഓട്ടോകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ കയറ്റിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇവിടുന്ന് കൊണ്ടുപോയ ഫുഡ് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പഴനി അമ്പലത്തിൽ നിന്ന് പ്രസാദൂട്ട് കഴിച്ചത്. പിന്നെ ഫസ്റ്റായിട്ട് ഇതാ പുറത്തുനിന്ന് ഒരു ദോശ കഴിക്കുകയാണ്. കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആയിരുന്നു. മധുരയിൽ നിന്നാണ് കഴിച്ചത്. പഴനിയിൽ നിന്ന് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ ദോശയൊക്കെ തന്നെയായിരുന്നു. ചേച്ചി പൂരിയാണ് കഴിച്ചത്, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ പിന്നെ ഗൈസ് രാവിലെ ആയപ്പോഴേക്കിനും കോയമ്പത്തൂർ എത്തി. അവിടുന്ന് പിന്നെ ഷൊർണൂരിലേക്ക് കയറി. അത് നല്ല തിരക്കൊഴിഞ്ഞ ട്രെയിനായിരുന്നു, സീറ്റൊക്കെ കിട്ടി. പിന്നെ ഒരു കച്ചവടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാഗമ്മ തൂക്കാൻ ഒരു സംഭവം വാങ്ങി. ഷൊർണൂരെത്തി. അവിടുന്ന് പിന്നെ KSRTC ബസ്സിനാണ് പെരിന്തൽമണ്ണ വരെ പോകുന്നത്. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്, ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ നിന്നൊക്കെ ഫുൾ ഉറക്കമായിരുന്നു ഞാൻ. ഈ ഒരു മുയലുംകുട്ടീനെ മധുരയിൽ നിന്ന് വാങ്ങിയതാണ്. ബാഗിലിട്ടപ്പോൾ ബാഗിൽ പോയ കുങ്കുമം അതുമ്മ പറ്റില്ല. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല, ഒക്കെ മറന്നു ഗൈസ്. പിന്നെ ഈ ആനക്കുട്ടീനെ പഴനിയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തി.